പച്ചയായ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഉത്കൃഷ്ടവും അനൗകികവുമായ ഒരു അന്തർധാര അനർഘ നിർഗളവും കലുഷിതവുമായിരിക്കും. പക്ഷേ ഇത് അതല്ല. എന്താണെന്ന് നിങ്ങൾ കാണും. എന്തടാ എവിടെ ഓടിക്കോ പിന്നിലിട്ട് ആനടാ വേഗം ഓടാ. ആശാനെ ഇനി എത്ര ദൂരമുണ്ട് ആശാനെ? കുറച്ചുകൂടി ഉണ്ടാ. എൻ്റെ അമ്മോ ആശാനെ ഇതൊന്നും ഇന്നലെ കൈ കഴിച്ചിട്ട് പാടില്ല ആശാനെ. ആശാനെ ഒരു കുലുക്കി സർവത്ത് കിട്ടുമോ? അതെ നമ്മൾ പൂരത്തിന് വെടിക്കെട്ടാണോ വന്നല്ല പിടിക്കണോ. എടാ പോലീസ് ഓട് ഓട്. നമ്മൾ പെട്ടാശാനെ. അല്ല വലത്തോട്ട്. ഓ ചാവാൻ പോകുമ്പോഴാണ് ആശാനോട് കുത്തുരിങ്ങി ഇംഗ്ലീഷ്. എടാ എടുത്തോട്ട് അതിനാ. ആരാണ്? ഞങ്ങൾ കിഡ്നാപ്പേഴ്സ്. ആശാനെ എന്താടാ കാലത്തെ വാർക്കപ്പണിക്കും പറഞ്ഞ് വിളിച്ചിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഇയാളെ നോക്കി കൊണ്ട് ഇവിടെ വന്നു. ഇനിയെങ്കിലും പറ ആരാണ് ഇയാള്? നമ്മൾ എന്തിനാളെ കൊണ്ടുവന്നേക്കണേ? ആരാണ് ഏതാന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ആ ബാബേട്ടല്ലേ? ആ ബാബേട്ടൻ. ബാബേട്ടൻ പറഞ്ഞ് ഇയാളെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഇയാളെ കേടുകേടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കണ കാശ് കിട്ടുമെന്ന്. നമ്മൾ 10 ലക്ഷം രൂപ ചോദിക്കണം. നീ കളിക്ക്. ആശാൻ എന്തിനാ എത്രയധികം പൈസ? ആശാൻ ഒരു ദിവസം 1000 രൂപ പണിക്കൂലി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 30,000 രൂപ കിട്ടും. ഇതൊക്കെ പോരാശാനെ. പിന്നെ എന്തിനാണ് ഈ 10 ലക്ഷം രൂപ? അതൊക്കെ ഉണ്ടടാ, നീ കളിക്ക്. ആശാൻ്റെ ഇവിടെ 2 നിലയാക്കാൻ പോയല്ലേ? 2 നിലയായാലും 1 നിലയായാലും എവിടെ ചെന്നാവോ ഞാൻ മോന്തില്ല കാണാനുള്ളത്. ഇത് വേറെ പരിപാടിയാടാ. പിന്നെ നീ ഈ അമറക്ക് ബ്രാൻഡ് സിനിമ ഉണ്ടോ? അതില് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ജയസൂര്യ വരെ വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യമുണ്ട്. അതാണ് നമ്മ നടത്താൻ പോണത്. അതെന്താണ്? എടാ നമ്മ പട്ടായേ പോവും. ഓ വെള്ളടിച്ച് പറ്റാകാനാണ് ഇത്രയധികം പൈസ? ഓ മണ്ട പൊറ്റവനല്ലടോ, പട്ടായ. അത് ഈ വിമാനത്തിലൊക്കെ കയറി പോണ സ്ഥലമാണ്. അവിടേക്കാണ് നമ്മ പോകാൻ പോണത്. അതല്ല ആശാനെ. എന്തേ ഇവിടെയൊക്കെ പോവാൻ പാസ്പോർട്ട് വേണ്ടേ? ഡാ പൈസ കയ്യിലുണ്ടെങ്കിലേ
പാസ്പോർട്ടിനാണ് പഞ്ഞം. നമുക്ക് 2-3 മേടിക്കാടാ. നീ കളിക്ക്. ഈ മലയാളം പോലും വലിയതൊക്കെ അറിയാത്ത ആശാൻ അവിടെ പോയിട്ട് എന്ത് ഭാഷ സംസാരിക്കാനാണ്? പിന്നെ മലയാളം പറഞ്ഞിട്ടുള്ള സായിപ്പ് കൂടെ വന്നിട്ട് വെടി വെച്ചിട്ട് പോണ. എടാ ഇതിനൊന്നും ഭാഷയുടെ ഒരു ആവശ്യമില്ല. നീ കളിക്ക്. ഇത് ശരി. നമ്മളെന്തിനാണ് ആശാനെ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോണത്? ഡാ, നമ്മുടെ നാട്ടിലെ രമണീനെയും സരളിനെയും പോലെ നല്ല ഐശ്വര്യറായനെ പോലത്തെ രമണീനെയും സിൽക്കിനെ പോലത്തെ സരളിനെയും കിട്ടോടെ അങ്ങടാണ് നമ്മ പോകുമ്പോണ്. പൊളിക്കും. അല്ല ആശാനെ, ആശാൻ ഈ സ്ഥലം എങ്ങനെ ഒപ്പിച്ച്? ഇതും ആ ബാബട്ടന്റെ സെറ്റപ്പാന്നേ. ആണല്ലേ? ആശാനെ, എന്തരാ ഈ പടക്കുറ നേരല്ല, എന്ത് പണ്ടാണ് അത് മണപ്പിച്ചത്? അത് ക്ലോറോഫോം അല്ലേ? ഈ സാധനത്തിന്റെ കളറ് മഞ്ഞല്ലേ? മഞ്ഞ? ആ, നീ എവിടെ നിർത്ത്? ആശാന്റെ സഞ്ചിന്ന്. സഞ്ചിന്നാ? ആ, എവിടെ പൊട്ടാ, ഞാൻ രാവിലെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടത് കുപ്പിലാക്കി സഞ്ചിയിൽ വെച്ചാണ്. മൂത്രം ആശാന് ഒടുക്കത്തുന്നോണ്ടാ. അതെന്താ? അല്ല, ഈ മൂത്ര കുപ്പിയിലാക്കണം പറഞ്ഞാല് നല്ല ഉന്നം വേണം. എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ ഈ പടയിലാക്കാൻ കുറച്ച് സമയം എടുക്കും. ആശാനെ, ഭൂതം വന്ന്. നിക്കടാ. എന്തിനാണ് ആശാനെ? അതൊക്കെ ഉണ്ടറാ. അയ്യോ ആശാൻ, ഇത് എന്ത് പണിയാണ് ആശാനെ കാണിച്ചത്? എന്റെ ആളി എന്റെ കണ്ണാണ് ആശാനെ. ഇത് കഷ്ടമാണ് ആശാനെ, എന്ത് കഷ്ടമാണ്. ഓ മോങ്ങലടാ, 10 ലക്ഷം രൂപ കിട്ടാകുമ്പോഴാണ് 10 രൂപയുടെ കണ്ണടാ. എനിക്കാ വേറെ മേടിച്ചില്ലടാ. കലമോൻ ഇതൊക്കെ കൂടെ വെക്ക്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിന്റെ ഫോണല്ലേ ഇത്? എന്റെ നമ്പർ എന്നിട്ടാടാ. എന്തിനാ നിങ്ങൾക്ക് എന്റെ ഫോണിന്റെ പാസ്വേഡ്? അതിന്റെ പേഴ്സണൽ ഫോണാ? നമ്പർ പറടാ തോന്നി. പറയാം. ഈ കത്തി ഒന്ന് മാറ്റോ? 69. ഒരു മിനിറ്റ് അടിക്കടാ. ഇത് അറിയില്ല. പറയടാ. 69. 69. മതി. മിട്ടു. ആരുടെ മിട്ടു? മിട്ടു എന്റെ ഫ്രണ്ട്. മിട്ടുവിനെ തന്നെ വിളിക്കാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹലോ, മിട്ടുല്ലേ? ഞാനോ? ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ ചാൾസ് ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയുമായി റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഗോഡൌണിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനെ ജീവനോടെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ആചേടാ, ആ പള്ളി കഴിഞ്ഞിട്ടുള്ള വലത്തോട്ട് പോകുമ്പോ റൈറ്റ് സൈഡിലുള്ള ഗോഡൌൺ അതന്നെ. ആ, എൻ്റെ പേരോ? എൻ്റെ പേര് ഷിജു. പി ഇനീഷ്യലാണ്. അപ്പോ ലൊക്കേഷനൊക്കെ ക്ലിയർ ആയില്ലേ? നേരം വൈകും തോറും നിങ്ങളുടെ കൂട്ടുകാരന്റെ ജീവൻ ഈ മിട്ടു ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? നിന്റെ ഫ്രണ്ട് അല്ലേ? ഓ തല്ല, ഇയാൾ ആരാണെന്നറിയോ? നിന്റെ ഫ്രണ്ട് അല്ലേ? പൊട്ടനെന്താ പാട്ടുപാടിയിലേക്ക്? ഫ്രണ്ട് അല്ലേ? ഇനി ഫ്രണ്ട് അല്ലേ? അയാളുടെ പണി എന്താ ഞാൻ ചോദിക്കണേ? പണി? എന്താ പണി? അവനടുത്ത് സ്റ്റേഷനിലെ SI ആണ്. ആരെങ്കിലും മിട്ടൂന്ന് പേരിടോടാ.
ലക്ഷം ഗോതമ്പുണ്ടല്ലേ? ആ സാറ് പറഞ്ഞാ ശരി, താൻ പൊട്ടനാടോ. ബിജു ആശാൻ. ആശാൻ ആ സാറ് പറഞ്ഞല്ലേ വിളിക്കണ്ടാന്ന്. അതിന് നീയല്ലേ വായിച്ചു പിടിച്ച്. ആശാൻ വന്നാ കൊണ്ടില്ലേ? ഓ, നിങ്ങളൊന്ന് നിർത്ത്. നിങ്ങളിങ്ങനെ തല്ലി പിടിച്ചിടുന്നിട്ട് ഒരു കാര്യമില്ല. മിട്ടനെ വിളിച്ച് ഞാൻ സംസാരിക്കാം. എൻ്റെ കെട്ടൊന്നഴിക്കൂ. അതെ, ഈ സാറ് പറഞ്ഞാ ശരി. ഇതെന്ന് പറഞ്ഞെങ്കിലേ സാറിന് വിചാരിക്കണം. ബിജു ഫോൺ ചേരുന്ന കെട്ടഴിക്കണത്. ഓ തന്നിരിക്കണോ ആശാൻ? ഈ ഫോണിൽ കൂടെ തന്നെ ആശാനും ആശാൻ വന്നേ. വന്നേ ആശാനെ. ആശാൻ ഞാൻ പറഞ്ഞു കേക്ക്. ആശാന്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് ആശാന്റെ പേരും ഇനീഷ്യലും വീട്ടുപേരടക്കം പോളിസായി കിട്ടി. എനിക്കിന്ന് പോരണെങ്കിലേ ആ സാറ് വിചാരിക്കണം. അതുകൊണ്ടാണ് സഹകരിക്ക്. ആശാനെ ഞാനെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നന്ദിയുണ്ട് സാറേ. ഞങ്ങൾ അറിയാതെ പോയ പൊട്ടത്തരവും ഞങ്ങളോട് ക്ഷമിക്കണം. ആശാനെ ശരി സാറേ. ആശാനെ അങ്ങനെ അങ്ങ് പോയാലോ? എല്ലാ സിനിമയിലും കാണും ഇതുപോലെ ട്വിസ്റ്റ്. എന്താണ് സാറേ? നിങ്ങൾ പൊട്ടന്മാരാന്ന് പറയാൻ കാരണം ഇത്രയും നേരെ ബാഗ് ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് തുറന്നു നോക്കാൻ പോയി നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അത് പിന്നെ ഈ അന്യരെ മുതൽ ആഗ്രഹിക്കുന്നല്ലേ. യേശു പെട്ടു. യേശു പെട്ടുന്നാ? യേശു ഇല്ല, അങ്ങോട്ട് തോക്ക് തോക്ക്. എന്തിനാ തോക്ക്? ഏയ്, നിങ്ങൾ പേടിക്കണ്ട. ഇത് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടെടുക്കുന്നേ ഉള്ളൂ. സാറെന്തിനാ നിക്കാൻ പറഞ്ഞത്? സാറെന്നോ? അങ്ങനെയൊന്നും വിളിക്കില്ല ഷിജു. ഷിജു എന്നെ ചാൾസ് എന്ന് വിളിച്ചാൽ മതി. ഷിജുവിനൊന്നും അറിയാത്ത ഒരു രസകരമായ പാസ്റ്റ് ഉണ്ട് നമ്മൾ തമ്മിൽ. പാസ്റ്റാ? ഫ്ലാഷ് ബാക്ക്. ഓ, എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഷിജുവിന് എവിടെയായിരുന്നു പണി? സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ വീട് പണി. ആ വീടിൻ്റെ തൊട്ട് തെക്കുള്ള പിങ്ക് കളർ വീട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ള കർട്ടനുള്ള കമ്പിയിട്ട ജനാല. എന്തോന്നയ്യേ, ഇതൊക്കെ നിങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ ചെയ്ത് സൂഹിക്കുന്നതല്ലേ. ഞങ്ങളും ആ സുഖം അറിയട്ടോ. താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഷിജുവിനെ എനിക്ക് പ്ലീസ്. ബിജു 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 ബിജു, സ്റ്റോപ്പ് ദേർ. ഇനി ഒറ്റ വഴിയുള്ളൂ. ആശാനെ ഞാൻ ചത്തേ. അയ്യോ ബിജു, നിനക്ക് വേണ്ടിയൊന്നും കൊണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് കിടക്കണ? എനിക്കാ പന്നി. ഞാൻ വരില്ല ആശാനെ. എന്നെ ഒറ്റ കിടക്കില്ലടാ. അവൻ അല്ലേലും ഒരു കട്ടുറുമ്പായിരുന്നു. നന്നായുള്ളൂ. ശല്യം.
ബാബട്ടൻ പറഞ്ഞു ഇയാളെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഇയാളെ ഗടികളെ വിളിച്ചു പറഞ്ഞു ഞാൻ ചോദിക്കണ കാശിട്ട് ബാബട്ട. അതെ, ബാബേട്ടൻ നമ്മുടെ ആളാ. പിന്നെ ഈ ഗോഡൗൺ അതും എന്റെയാ. നിക്ക് ഒരു മിനിറ്റ് നിങ്ങൾ ആള് നല്ല സുന്ദരനാണല്ലോ. ആ കാസർഗോഡ് ഏരിയയിലൊക്കെ പോയി തപ്പിക്കഴിഞ്ഞാലേ നല്ല ദുൽഖർ സൽമാന്റെ പോലെ പിള്ളേരെ കിട്ടും. നമ്മളെ വെറുതെ വിട്ടൂടെ? എനിക്ക് നല്ല ചൂട് ചോറിനേക്കാൾ ഇഷ്ടം പഴങ്കഞ്ഞിയാ. പിന്നെ നിങ്ങൾ ആണുങ്ങളൊന്നും ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടിയ പാടാക്കാറില്ല. പിന്നെ ഞാനായിട്ടെന്തിനാ? മോനെ ബിജു ആശപ്പെട്ടടാ. ഞങ്ങൾ ഈ ഗോഡൗൺ വളഞ്ഞിരിക്കുകയാണ്. അറസ്റ്റ് ഈ കാലം പറഞ്ഞ് രക്ഷപ്പെട്ടില്ല. മോശം, ഇവരോട് വരപ്പോണ്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു. മിസ്റ്റർ ഷിജു പി പി, താങ്കൾ കീഴടങ്ങുന്നതാണ് നല്ലത്. മിട്ടും നമ്മുടെ ആളാ. മിസ്റ്റർ ഷിജു പി പി, താങ്കൾ കീഴടങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പോടാ കാമഭ്രാന്തന്മാരെ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ശിഷ്യൻ പാട്ടായിലേക്ക് പോയി. അന്നു മുതൽ പിന്നീട് ഒരിക്കലും ആശാൻ ഷർട്ട് ഊരിയിട്ടില്ല, ഒന്ന് കുളിക്കാൻ പോലും. മിട്ട് പോലീസ് കീഴ്പ്പെടുത്തലിന്റെ പുതിയ ദൗത്യവുമായി അടുത്ത ഗോഡൌണിലേക്ക്. കൊണ്ടും കൊടുത്തും ബാബോട്ടൻ ചൈത്രയാത്ര തുടർന്നു. പുതിയ കാഴ്ചകൾക്കായി ചാൾസിന്റെ ജനാല എന്നും തുറന്നു തന്നെ കിടന്നു.